വൈഖരിയുടെ ചിന്താപ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൻ്റെ ദേശീയോത്സവമായിട്ടാണ് ഓണം നമ്മളെല്ലാവരും ആഘോഷിച്ച് വരാറുള്ളത്. ഒരു കാലത്ത് തറവാട്ടുകളിൽ ഈ ഓണത്തെ ആചരിച്ചു വരികയും സമൃദ്ധിയായ സദ്യ ഉണ്ടാക്കി കുടുംബ ബന്ധുക്കളെല്ലാം ചേർന്ന് കൂട്ടുകുടുംബ സമ്പ്രദായത്തിൽ ഒരുമിച്ചിരുന്ന് പൂർണ്ണമായിട്ടും പായസമടക്കം വിളമ്പിയെടുത്ത് ഭക്ഷണ രീതിയുണ്ട്. പക്ഷേ ഇന്ന് കാലത്ത് നമുക്ക് ഭക്ഷണ രീതി വ്യത്യാസപ്പെട്ടു പോയി. കറികൾ പോലും കഴിക്കാനുള്ള ആരോഗ്യശേഷി, അതിനനുസരിച്ച് നമ്മുടെ ജീവിത രീതികൾ, ജീവിത ശൈലികൾ, ജീവിത സ്വഭാവങ്ങളെല്ലാം മാറ്റിയെടുത്തപ്പോൾ ചില ആഘോഷങ്ങൾക്ക് വേണ്ടി മാത്രം സമ്പാദിച്ച ചെലവ് ഈ കാലഘട്ടത്തിൽ ദൂർത്തടിച്ചുകൊണ്ട് ചെലവാക്കുന്ന രീതി നമുക്ക് കാണുന്നു. പണ്ടുള്ളവർ പറയാറുണ്ട്, കാണം വിറ്റും ഓണം ഉണ്ണണം എന്നുള്ളത്. എന്ന് വെച്ചാൽ ആ കൂട്ടുകുടുംബ സമ്പ്രദായത്തിൽ നമ്മൾ ഒരുക്കി വെച്ച സ്വത്തുകൾ ഉണ്ടെങ്കിൽ ആ കൂട്ടുകുടുംബം യോജിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് തമാശകൾ പറഞ്ഞുകൊണ്ട് സന്തോഷവതിയായിട്ട് നിൽക്കുന്ന ഓരോ കുടുംബത്തിൻ്റെയും അവസ്ഥ ചില കാലഘട്ടത്തിൽ നമുക്ക് പൂർണ്ണ സദ്യയായിട്ട് അല്ലെങ്കിൽ 20 വിഭവങ്ങളോടുകൂടി സദ്യകൾ കഴിക്കുന്ന കാലഘട്ടം വളരെ കുറവായിരുന്നു അന്ന്. ബാക്കി 364 ദിവസങ്ങളും ചെറിയ ഭക്ഷണ രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ആളുകൾ പൂർണ്ണ സദ്യ വർഷത്തിൽ ഒരു ദിവസമാണ് കഴിക്കുന്നത്. അതുകൊണ്ടാവാം കാണം വിറ്റും ഓണം ഉണ്ണണം എന്നുള്ള ആ ഒരു പഴഞ്ചൊല്ല് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത്. പക്ഷേ ഇന്ന് കാലത്ത് അങ്ങനെയല്ല. ഭക്ഷണ രീതിക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുത്തപ്പോൾ ഈ ഒരു പഴഞ്ചൊല്ല് നമുക്കിന്ന് മാറ്റിയെടുക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ്. ആഘോഷങ്ങളോ ആർഭാടങ്ങളോ അല്ല, ആചരണങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യണം. അതിന് മഹാബലിയെ നമുക്ക് അവരുടെ ജീവിതത്തിൽ ദാനധർമ്മങ്ങളുടെ ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കണം. വാമനൻ എന്ന അവതാരം ഭൂമിയിലേക്ക് ജനിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഓണക്കാലത്താണ്. കേരളത്തിൻ്റെ ദേശീയോത്സവമായി മാറാൻ സാധിച്ചത് ഈ ഒരു കാർഷിക വിപണി വളരെയധികം ശ്രേഷ്ഠമായി വരാൻ കാരണം കർക്കിടക മാസത്തിലെ മഴയുടെ സാന്നിധ്യം കൊണ്ട് ഫലഭൂയിഷ്ഠമായ ഓരോ തൈകളും ഫലങ്ങൾ ഇച്ഛിച്ചതുപോലെ നമുക്ക് നൽകാൻ തുടങ്ങിയതുകൊണ്ട് സമ്പൂർണമായ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ആഘോഷം നമുക്കുണ്ടാവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഓണം നമുക്കെല്ലാവർക്കും സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓണമായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന്